Now we will be discussing about the measures to improve the efficiency of the public sector enterprises. First one is the special status to certain public sector undertakings, and we have already discussed about the Navaratna, Miniratna and Maharatna companies, and through these classification, that is Navaratna, Miniratna and Maharatna company, government given special status to different public sector enterprises. So based on their net worth as well as based on their capacity to make the profit, this status is given. Okay, so based on their status, more powers as well as more autonomy is given to these companies. So now we know that Maharatna companies will come first, then comes the Navaratna, and last comes the Miniratna companies. അപ്പം നമ്മൾ എന്ത് ചെയ്തു, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു: മഹാരത്ന, നവരത്ന ആൻഡ് മിനിരത്ന കമ്പനീസ്. അപ്പോൾ അവരുടെ നെറ്റ്വർത്തിനെയും ടേൺ ഓവറിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഓരോ ക്ലാസിഫിക്കേഷനിലും എന്ത് ചെയ്യുക, ഓരോ കമ്പനീസിനും നമ്മൾ എന്ത് ചെയ്തു, കുറേയധികം പവേഴ്സും ഓട്ടോണോമീസൊക്കെ എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മഹാരത്നയും നവരത്നയും മിനിരത്ന കമ്പനീസ്. ജസ്റ്റ് റെഫർ. നെക്സ്റ്റ് വൺ ഈസ് ദി പ്രൊഫഷണലൈസേഷൻ. ആൻഡ് പ്രൊഫഷണലൈസേഷൻ മീൻസ് government has made public sector enterprises as an autonomous board. So by making them an autonomous board, they enjoy the powers during the recruitment, promotion as well as other service conditions of the board of members. So through the recruitment as well as the promotion, service conditions, in all these cases they will be enjoying more power through the professionalization of the public sector enterprises. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു, കൂടുതൽ ഓട്ടോണോമി അല്ലെങ്കിൽ കൂടുതൽ അധികാരം ഈ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് പ്രൊവൈഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്തു, ഈ റിക്രൂട്ട്മെൻറ്റിൽ, പ്രൊമോഷനിൽ, അതേപോലെ തന്നെ അതർ സർവീസ് കണ്ടീഷൻസിൽ അവർക്ക് കൂടുതൽ അധികാരവും മോർ പവേഴ്സും എന്ത് ചെയ്തു, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോഴൊക്കെ എന്ത് ചെയ്തു, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൂടുതൽ അധികാരം ലഭിച്ചു. സാധാരണ അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് കുറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ടാകുമ്പം അവർക്ക് എന്ത് ചെയ്തു, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. പക്ഷേ ബോർഡിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും മെറിറ്റ് ബേസ്ഡായി. അപ്പം കൂടുതൽ ഓട്ടോണോമി ബോർഡിന് കിട്ടുമ്പം എന്ത് ചെയ്തു, അവർക്ക് കൂടുതൽ പവേഴ്സ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. And next comes the memorandum of understanding, and this actually a negotiable instrument between the government as well as the central public sector companies. So it will be mentioning about the roles, powers, procedures, rules, regulations, their powers, all these things will be mentioned in the memorandum of understanding, and this memorandum of understanding will be prepared on the basis of their capacity or on the basis of their performance result and not based on certain rules and regulations. In governmentum അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവരുടെ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അവരുടെ പവറും കാര്യങ്ങളൊക്കെ. ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സർട്ടൻ റൂൾസിൻ്റെയും റെഗുലേഷൻസിൻ്റെയും ബേസിലല്ല. ഓരോ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ വർക്കിംഗ് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. And next comes the safety net. So government has created a safety net, that is the National Renewal Fund, on February 1992, and this safety net has created in order to provide cover the expense of the voluntary retirement scheme as well as provide retraining to the workers. For all these purpose they have created a safety net, that is National Renewal Fund. Actually this was abolished in 2000 and a new scheme was started, that is the Counseling, Retraining and Redeployment CRR. So was introduced in 2001 and 2, and this
The objective of CRR is to provide opportunity for self-employment, reoriented, rationalized employee throughout the short duration program, equip them with new വൊക്കേഷൻസ് ആൻഡ് എൻഗേജ് ദം ഇൻകം ജനറേറ്റിംഗ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പം CRR നമ്മൾ എന്ത് ചെയ്തു, അവർ സേഫ്റ്റി നെറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ സേഫ്റ്റി നെറ്റിൽ ആദ്യത്തെ നമ്മുടെ, അതായത് നാഷണൽ റിന്യൂവൽ ഫണ്ട് എന്ന് പറയുന്ന സേഫ്റ്റി നെറ്റിൽ അവർ മെയിനായിട്ടും എന്ത് ചെയ്ത, വോളണ്ടറി റിട്ടയർമെൻറ്റ് നടത്തുന്ന എംപ്ലോയീസിൻ്റെ എക്സ്പെൻസ് കവർ ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് എംപ്ലോയീസിന് റീട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് 2000 അബോളിഷ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു 2001, ദാറ്റ് ഈസ് CRR. അവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് സെൽഫ് എംപ്ലോയ്മെൻറ്റിലാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്തതും അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും. നെക്സ്റ്റ് കംസ് ദി അറ്റാക്കിംഗ് സിക്നസ്. ഇൻ കേസ് ഓഫ് അറ്റാക്കിംഗ് സിക്നസ്, ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ നമ്മൾ റിവൈവ് ചെയ്യണം. അപ്പോൾ അറ്റാക്ക് സിക്നസ്സിൻ്റെ റീസൺസ് മേ ബി ഡ്യൂ ടു ദി റിസോഴ്സ് ക്രഞ്ച്, ഇറോഷൻ ഓഫ് നെറ്റ്വർത്ത് ഡ്യൂ ടു ഡിസ്കണ്ടിന്യൂസ് ലോസസ് incurred, high input cost, stiff competition, reluctance of the financial institutions to provide fund for revival and rehabilitation, ഓൾഡ് ആൻഡ് ഒബ്സലീറ്റ് പ്ലാന്റ് ആൻഡ് മിഷനറി. അങ്ങനെ പല റീസൺസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സിക്നസ് വരാം. ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് സിക്നസ് വരാം, അതായത് നഷ്ടം സംഭവിക്കുന്നതിനെ നമ്മൾ ഈ സിക്നസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഗവൺമെൻറ് കുറച്ച് സ്ട്രാറ്റജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തിന്? ഇൻ ഓർഡർ ടു ഓവർകം ദിസ് സിക്നസ് ഓർ ഇൻ ഓർഡർ ടു റീസ്ട്രക്ചർ ദി പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് BIFR. ഓക്കെ, സോ BIFR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷനാണ്. സോ ദാറ്റ് ഈസ് ഫോർ ദ റിവൈവൽ ആസ് വെൽ ആസ് റീഹാബിലിറ്റേഷൻ ഓഫ് ദി സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ദെൻ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് വെറെവർ അപ്പോയിൻറ്റഡ്. അപ്പം നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങളിൽ ഇപ്പോൾ വെനെവർ ഇറ്റ് ഈസ് റിക്വയർഡ് വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ദ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദി ഫോർമേഷൻ ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് by the induction of the partners capable of providing technical, financial and marketing inputs. ബേസിക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൻ്റെ റിവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ജോയിൻറ്റ് വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ആൾക്കാർ ഈ ടെക്നിക്കലും ഫിനാൻഷ്യലും മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ ജോയിൻറ്റ് വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് ദി ഓർഗനൈസേഷണൽ റീസ്ട്രക്ചറിങ് ആൻഡ് മാൻ പവർ റേഷണലൈസേഷൻ. ഓക്കെ, ത്രൂ ദ അപ്രൂവ്ഡ് വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം. ഒരു സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റിൻ്റെ റിവൈവലിൽ നമ്മൾ ശ്രമിക്കുമ്പം നമ്മൾ അതിനകത്ത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അപ്പോൾ അവർക്ക് സ്വയം ഒഴിവായി പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് നമ്മൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ. അപ്പം നമ്മൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീംസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യുക, ഒരു സ്വയം ഒഴിവായി പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്തു. So, Board for Reconstruction of Public Sector Enterprise has been set up for reconsidering the proposal on restructuring or advising on the closure of sale of the public sector enterprises. സോ നമ്മൾ BIFR സ്റ്റാർട്ട് ചെയ്തു. BIFR സ്റ്റാർട്ട് ചെയ്തത് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റിവൈവൽ ഓഫ് ദ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് BRPSC ആണ്, അതായത് ബോർഡ് ഫോർ റീകൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നെങ്കിൽ അവർ തയ്യാറാക്കുന്ന പ്രപ്പോസൽസ് ഒന്നെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ തീരെ റീസ്ട്രക്ചർ ചെയ്തൊന്നും നമുക്ക് റിവൈവ് ചെയ്തെടുക്കാൻ പറ്റാത്ത ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരോട് ക്ലോഷറിന് സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം റീസ്ട്രക്ചർ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ക്ലോഷറിനും താല്പര്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റ് പാർട്ടീസിനത് സെയിൽ നടത്താം. അങ്ങനെയുള്ള സജഷൻസൊക്കെ തരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, BRPSC സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് കംസ് ദി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ ഞാൻ ആ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആക്ച്വലി ഒരു പോയിൻറ്റും കൂടി ഉണ്ടായിരുന്നു, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ലാസ്റ്റ് പോയിൻറ്റ്. സോ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഓണർഷിപ്പ് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് പബ്ലിക് പാർട്ടി ഗവൺമെൻറ് ഇപ്പം നമുക്കൊരു 100% ഓണർഷിപ്പ് ഉണ്ട്.
അപ്പോൾ അതിനകത്ത് 20% ഡിസിൻവെസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 20% ഓണർഷിപ്പിൽ നിന്ന് നമ്മൾ ഒഴിവാകുകയാണ്. അപ്പം ദാറ്റ് മീൻസ് വി ആർ സെല്ലിങ്. Okay, so through the disinvestment we are trying to cover up the loss which is incurred by the public sector undertakings. So these are the various measures which are undertaken by the public sector undertaken in order to improve the efficiency of the public sector undertakings. First one is the special status to certain public sector undertakings. Second one, professionalization. Third one, memorandum of understanding. Fourth one, safety net. And fifth one, attacking sickness. While discussing about the attacking sickness, we have discussed about certain strategies for reconstructuring or revival of the central public sector enterprises. And last one is the disinvestment.